ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലിവ് ഹോമിയോപ്പതി ക്ലിനിക്, ഈശ്ശേരി, മലപ്പുറം. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സ്കിൻ അസുഖത്തെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഏകദേശം 10 മുതൽ 20% വരെ ആൾക്കാർക്ക് ഇത് എഫക്റ്റ് ചെയ്യാറുണ്ട്. അരിമ്പാറ, വാട്സ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, HPV എന്ന വൈറസാണ് ഇതിൻ്റെ രോഗകാരി. ഏകദേശം 100-ലധികം സബ് ടൈപ്പുകൾ ഈ HPV വൈറസസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ടൈപ്പുകൾ ഈ വാട്സിന് കാരണമാവാറുണ്ട്. ഇതിൻ്റെ ഷേപ്പും ഇത് എഫക്റ്റ് ചെയ്യുന്ന ഭാഗമൊക്കെ അനുസരിച്ച് ഇതിന് ഒരുപാട് പേരുകളുമുണ്ട്. നമ്മൾ കയ്യിലൊക്കെ സാധാരണ ഉണ്ടാവുന്ന കോമൺ ടൈപ്പ് വാട്സുകളുണ്ട്, അരിമ്പാറകളുണ്ട്. ഈ അരിമ്പാറകൾ, വാട്സുകൾ പ്രത്യേകിച്ച് വേറെ സീരിയസ് ആയിട്ടുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും, സ്കിന്നിനോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കോ വേറെ സീരിയസ് ആയിട്ടുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ഒരു സൗന്ദര്യ പ്രശ്നമാണത്. നമ്മൾ കയ്യിലൊക്കെ ഇങ്ങനെ വാട്സുള്ളവർക്ക് അതിന് ബുദ്ധിമുട്ടറിയാം. കയ്യിലൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി ഇത് സ്പ്രെഡായിട്ട് വരും. ചില ആൾക്കാർക്ക് മുഖത്തുണ്ടാവും. ഈ നോസിൻ്റെ ടിപ്സിലൊക്കെ ഉള്ള ആൾക്കാരെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. കാണുമ്പോൾ ഒരു വിഷമം, ഒരു ബോറാണ്. അതിൻ്റെ അപ്പിയറൻസും, ഓരോന്നിൻ്റെ അപ്പിയറൻസും ഡിഫറെൻ്റാണ്, ഓരോ ടൈപ്പിലും ഡിഫറെൻ്റാണ്. സാധാരണ കോമൺലി കാണുന്ന വെറുക്കിയ വൾഗാരിസൊക്കെ അതൊരു ബ്രഷ് പോലെ ഉണ്ടാവും, ഒരു കുഞ്ഞ് ബ്രഷ് പോലെ, ഒരു ആര് പോലെ തെറ്റിയായിട്ടുണ്ടാവും. അത് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡാവും. ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവും, റൗണ്ട് ബോർഡർ ഉണ്ടാവും. അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് എന്തോ പൊങ്ങി വരുന്നൊക്കെ പോലെ, കോളിഫ്ലവറൊക്കെ പോലെ, ഒരു കുഞ്ഞ് കോളിഫ്ലവറൊക്കെ പോലെ ഫീൽ ചെയ്യും. ഏതായിരുന്നാലും അത് കാണാൻ വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സൗന്ദര്യ പ്രശ്നമായിട്ടും കാണാറുണ്ട്. സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു കോമൺ ട്രീറ്റ്മെൻറ്റ് എന്ന സൈഡിലേക്കൊക്കെ നോക്കുമ്പം ഇത് പോയി കിട്ടാൻ ഭയങ്കര പണിയാണ്. സാധാരണ ചില അസുഖങ്ങളൊക്കെ, വൈറൽ അസുഖങ്ങളൊക്കെ അത് വരുമ്പോൾ അത് പോവും. ഇത് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഏകദേശം 2 വർഷമൊക്കെ എടുക്കും. ചിലത് ജീവിതകാലം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടു പോകാണ്ടൊക്കെ നിൽക്കും. പിന്നെ ഒരുപാട് ഹോം റെമഡീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ അതിന് പുരട്ടി സ്കിന്നിൻ്റെ ചുറ്റും ബ്ലിസ്റ്റേഴ്സൊക്കെ വന്ന് അതിൻ്റെ കൂടുതൽ കൊഴിഞ്ഞു പോകും എന്നൊക്കെയാണ് പറയുക. പലപ്പോഴും അത്തരം ട്രീറ്റ്മെൻറ്റ് എടുത്താൽ പോലും അതല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന ഒരുപാട് ടെക്നിക്കുണ്ട്. അതൊക്കെ ചെയ്താൽ പോലും അത് വീണ്ടും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം അതിനെ കംപ്ലീറ്റ് ആയിട്ട് അത് കില്ല് ചെയ്യാനോ അതിനെ ഒഴിവാക്കാനൊന്നും പറ്റാറില്ല. പലപ്പോഴും ഒത്തിരി കേസസ് അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വീണ്ടും ഇത് റിക്കറൻസ് വന്ന് ക്ലിനിക്കിലേക്ക് വരുന്ന കേസുകളൊക്കെ കണ്ടിട്ടുണ്ട്. വളരെ സാധാരണയായി ടീനേജിലുള്ള പ്രായക്കാരിലും കുട്ടികളിലൊക്കെയാണ് ഇത് വളരെ കോമൺ ആയിട്ട് കാണാറ്. ഇത് പകരുന്ന രീതി കോണ്ടാക്റ്റ് വഴിയാണ്. വാട്സിൽ ഒരാൾ തൊട്ട് കഴിഞ്ഞ് ആ തൊട്ട സ്ഥലം നമ്മൾ തൊട്ട് കഴിഞ്ഞാലൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാവർക്കും ഇത് വന്നോളണമെന്നില്ല. പ്രതിരോധ ശക്തി കൂടുതലുള്ള ആൾക്കാർക്കൊന്നും ഇത് എഫക്റ്റ് ചെയ്ത് വന്നോളണമെന്നില്ല. പൊതുവെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരിലാണ് വളരെ കോമൺ ആയിട്ട് ഇത് കാണുന്നത്. ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഡ്രഗ്സൊക്കെ, മരുന്നൊക്കെ കഴിക്കുന്ന ഇമ്മ്യൂണോ സപ്രസൻസ് അല്ലെങ്കിൽ ഈ പ്രതിരോധ ശക്തിയെ കുറയ്ക്കുന്ന ചില മരുന്നുകൾ, റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ്, നമ്മൾ ആമവാദം, പിന്നെ സോറിയാസിസ് ഒക്കെ പോലുള്ള അസുഖങ്ങൾക്കൊക്കെ അത്തരം ബയോളജിക്സ് അതല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻസ് മെഡിസിൻസ് കഴിക്കുന്ന ആൾക്കാരിലേക്ക് ഇത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അവർക്ക് പെട്ടെന്ന് വൈറസ് അറ്റാക്ക് ചെയ്യും. ഇതുള്ളവരിൽ ഇത് ചൊറിഞ്ഞു കഴിഞ്ഞാലോ, ചില നഖം കടിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. ഈ നഖം കടിച്ച് കഴിയുമ്പോഴൊക്കെ ഇത് അങ്ങോട്ട് പകരാനുള്ള സാധ്യതകൾ കൂടുതലാണ്, മുഖത്തേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഇതുള്ളവർ നഖം കടിക്കാൻ പാടില്ല. ഇനി അത് ചൊറിഞ്ഞ് പൊട്ടിച്ചൊക്കെ കഴിഞ്ഞാൽ ശരിക്കും സോപ്പിട്ടിട്ട് കഴുകിയിട്ട് വേണം പുറത്തേക്ക് പോകാനൊക്കെ. അതൊക്കെ ഇതിൻ്റെ ഒരു പ്രിവെൻഷൻ മെത്തേഡായിട്ട് നമ്മൾ പറയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ടൈപ്പുകൾ ഈ വാട്സ് ഉണ്ടെന്ന്. കോമൺ വാട്സ് ഉണ്ട്, വെറുക്ക വൾഗാരിസ് എന്ന് പറയും. ഫ്ലാറ്റ് വാട്സ് ഉണ്ട്, ഫിലിഫോം വാട്സ് ഉണ്ട്, കാലിൽ വരുന്ന പ്ലാന്റർ വാട്സ്, കാലിൽ വരുന്ന ആണിരോഗം എന്ന് നമ്മൾ പറയും. അതിന് ഒരുപാട് ടൈപ്പ്. കോമൺലി നമ്മുടെ നാട്ടിൽ ഇതിന് അരിമ്പാറ എന്ന് പറയും. അരിമ്പാറകളുണ്ട്. ഈ ടൈപ്പിൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണ് ജെനറ്റിൽ വാട്സ്. നമ്മുടെ ലിംഗത്തിൽ അതല്ലെങ്കിൽ സ്ത്രീകളുടെ കേസിൽ ലൈംഗിക അവയവങ്ങളിൽ വരുന്ന വാട്സുകൾ, നമ്മളതിന് ജെനൈറ്റൽ വാട്സ് എന്ന് പറയും. അവിടെയൊക്കെ വരുന്ന അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആണ്. പലപ്പോഴും അത് ഉള്ള ഒരാളായിട്ട് സെക്സിൽ ഏർപ്പെട്ടാലൊക്കെ ഇത് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അല്ലെങ്കിൽ അതവിടെ തൊട്ടാലും അവിടെ ടച്ച് വരുമ്പോഴൊക്കെ അത് വരാം. അവിടെയൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്യുമ്പോൾ ശരിക്കും സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. അത്തരം വിഷമങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു ലൈംഗികാവയവത്തിലൊക്കെ നിങ്ങൾക്ക് ഈ അരിമ്പാറ പോലത്തെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. വളരെ റയറായിട്ട് ഇത് അൺട്രീറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ സെക്ഷൽ ഓർഗൻസിലുള്ള, ലൈംഗികാവയവത്തിലുള്ള വാട്ടുകൾ ക്യാൻസർ ആവാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പം അത്തരം സ്ഥലത്ത് വരുമ്പോൾ അത് നിർബന്ധമായിട്ട് ഡോക്ടറെ കാണിച്ച് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. പലപ്പോഴും ഈ കോമൺ വാട്സ് പെട്ടെന്ന് പകരുന്നവയാണ്. മാത്രമല്ല ഇതിൻ്റെ സൈസ് പെട്ടെന്ന് കൂടും. ഇപ്പോൾ ഫിംഗറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആൾക്കാരുടെ ഒരുപാട് ഫിംഗർ ടിപ്സിലൊക്കെ വന്ന് കാണാം, മുഖത്ത് വന്ന് കാണാം. ചികിത്സയിലേക്ക് വരുമ്പം ഈ അരിമ്പാറയുടെ കേസിൽ ഹോമിയോപ്പതിയാണ് ബെസ്റ്റ് എന്ന് എല്ലാവരും പറയാറുണ്ട്. നമ്മുടെ ക്ലിനിക്കിൽ ഒത്തിരി കേസ് ആൾക്കാർ പറഞ്ഞിട്ടൊക്കെ ക്ലിനിക്കിലേക്ക് വരാറുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത, ഒരിക്കൽ അത് പോയി കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്.
മറ്റു പല ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ഹോം റെമഡീസ് ആയാലും മറ്റു കോട്ടറൈസ് ചെയ്യുന്നെങ്കിൽ എടുത്ത് ഒഴിവാക്കുന്ന കരിച്ച് കളയുന്ന ടെക്നിക്കൊക്കെ ഉപയോഗിച്ചാണെങ്കിൽ പോലും അത് പിന്നെയും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഹോമിയോപ്പതി മെഡിസിൻ ഉപയോഗിച്ച് മാറുന്ന കേസ് അങ്ങനെ കാണാറില്ല. കോസ്റ്റിക്കം, നാട്രമ്യൂർ, തൂജ, സെപ്പിയ പോലുള്ള മെഡിസിൻസൊക്കെ നമ്മൾ കോമൺ ഇതിന് ഉപയോഗിക്കാറ്. ഓരോരുത്തരുടെയും ഫിസിക്കൽ അപ്പിയറൻസും അവരുടെ ലൊക്കേഷൻസ് വാട്ട്സ് എഫക്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനൊക്കെ നോക്കിയിട്ടാണ് ഹോമിയോപ്പതി മെഡിസിൻസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കതിനെ പൂർണ്ണമായിട്ടും ഹോമിയോപ്പതി മരുന്നുകൾ ഉപയോഗിച്ച് കുറയ്ക്കാൻ പറ്റും. വളരെ ഉപകാരപ്രദമായ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ ബൈ.